നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ റോസ് പൂക്കുന്നില്ലെങ്കിൽ അതിന് ചെയ്യേണ്ട വളവും മറ്റു ചില കൊച്ചു കൊച്ചു ടിപ്സുകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റോസിന് നമ്മൾ വളമൊക്കെ ആവശ്യത്തിന് കൊടുത്തു, എന്നിട്ടും അത് പൂവിടുന്നില്ലെങ്കിൽ അത് മിക്കവാറും അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ മണ്ണിൻ്റെ pH ആയിരിക്കും. നമ്മൾ ആ ഒരു ചട്ടിയിൽ തന്നെ കുറേ നാളായിട്ട് റോസ് വളർത്തിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അകത്ത് pHൽ വേരിയേഷൻ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. pH കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ചെടി നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളമൊന്നും എടുക്കാതെ വരുന്നു, ശരിയായ രീതിയിൽ ഇലകൾ വരുന്നില്ല, പൂക്കൾ വരുന്നില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, 1 ടേബിൾ സ്പൂൺ കുമ്മായം ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുത്ത് മേൽമണ്ണൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് താഴേക്ക് ഇളക്കണ്ട, മുകളിൽ മാത്രം ഒന്ന് ഇളക്കി നമ്മൾ തണ്ടിനോട് ചേർത്തിടരുത്, അതും ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതൊരു എല്ലാ മാസവും നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ആ ഒരു മുരടിച്ച അവസ്ഥയും കാര്യങ്ങളൊക്കെ മാറിയിട്ട് റോസ് നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടാവാനായിട്ട് വീണ്ടും തുടങ്ങുന്നതാണ്. നമ്മൾ സ്യൂഡോമോണസ് ലൈനിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സൂക്ഷ്മാണുക്കൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 15 ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ കുമ്മായം ചേർത്ത് കൊടുക്കാവുള്ളൂ. കുമ്മായം ചേർത്ത് നമുക്ക് 10-15 ദിവസം കഴിഞ്ഞിട്ട് വളങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് അമ്മയുടെ റോസ് അല്ലേ? ഇതാണ് എൻ്റെ റോസ്. പല കളറിലുള്ള റോസപ്പൂകൾ ഞാൻ കണ്ട്, വെള്ളയൊക്കെ കണ്ട്. അപ്പോൾ ഇതിന് അമ്മ കാര്യമായ വളം എന്താണ് ചെയ്യുന്നത്? എപ്പോഴും ഇവിടെ വരുമ്പോൾ റോസ് പൂത്ത് നിൽക്കണ കാണാം. പച്ചക്കറിയുടെ വേസ്റ്റ് ഒക്കെ വെള്ളത്തിലിടും. 3-4 ദിവസം കഴിയുമ്പോൾ അത് കോരിക്കൊണ്ടുവന്ന് ഇതിന്റെ ചോട്ടിലൊക്കെ ഒഴിക്കും. അങ്ങനെയാണ് ആ ഒരു പരിപാടിയാണ് മെയിനായിട്ട് കാര്യമാണ് ചെയ്യുന്നത്. ആ ഉള്ളിത്തൊലി ഇടും, അതുപോലെ പച്ചക്കറി വേസ്റ്റ് വിട്ട് ചീയിക്കും. അത് ചീഞ്ഞ് ആ വെള്ളം കോരിക്കൊണ്ടൊന്ന് ഒഴിക്കും. അതെ, അവിടെയും നന്നായിട്ടൊക്കെ റോസ് പൂത്ത് നിപ്പുണ്ട്. വെള്ളയുണ്ട്, മറ്റേ റോസ് ഉണ്ട്. അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം റോസാണ് അല്ലേ? എനിക്ക് റോസ് കളറിലെ പൂക്കളോടാണ് കൂടുതൽ ഇഷ്ടം. റോസ് കളറാണ് അമ്മയുടെ ഫേവറേറ്റ് കളർ. അത് ഞാനിനി റെഡ് കൊണ്ടുവന്ന് തരാം. നേരം കിട്ടിയില്ല, അതുകൊണ്ടാണ്. റെഡ് ഇവിടെ ഇല്ല. കിച്ചൺ വേസ്റ്റ് നമുക്ക് ചെടികൾക്ക് പല രീതിയിൽ ഇട്ട് കൊടുക്കാൻ സാധിക്കും. എങ്കിലും ഏറ്റവും നല്ലത് ഒന്നെങ്കിൽ കമ്പോസ്റ്റ് ആക്കി, അതായത് പൊടി രൂപത്തിലാക്കിയിട്ട് ആ ഒരു രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ചെയ്യാവുന്നൊരു കാര്യം ദ്രാവക രൂപത്തിൽ, അതായത് പുളിപ്പിച്ച് അതിൻ്റെ വെള്ളം മാത്രമായിട്ട് നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. ചാണകം പോലുള്ളവ നമ്മൾ ഉണക്കച്ചാണകമാണെങ്കിൽ പൊടിച്ച് നമുക്ക് തടത്തിലിട്ട് കൊടുക്കാം. പച്ചച്ചാണകമാണ് നമ്മൾ ഒഴിക്കുന്നതെങ്കിൽ അത് നന്നായിട്ടൊന്ന് കലക്കി അതിൻ്റെ തെളിയെടുത്ത് ഒഴിക്കുന്നതായിരിക്കും, അതായത് നേർപ്പിച്ച് ഒഴിക്കുന്നതായിരിക്കും നല്ലത്. ചുവന്നുള്ളി, വെളുത്തുള്ളി ഇതിൻ്റെയൊക്കെ തൊലി നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ട് ഒരു ദിവസം വെച്ചിരുന്നതിന് ശേഷം ഒന്ന് അഴുകിയതിന് ശേഷം ആ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ഒക്കെ വളരെ നല്ലതാണ്. റോസ് നന്നായിട്ട് പൂവിടാനായിട്ട് നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ അതൊരു നല്ലൊരു കൃമിനാശിനി കൂടിയാണ്. അപ്പോൾ അങ്ങനെയും കൂടി നമ്മുടെ മണ്ണിന് ഗുണം ചെയ്യും. റോസിനെ ബാധിക്കുന്ന കീടശല്യങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ അതും സംരക്ഷണം നൽകുന്നുണ്ട്. നമുക്കിത് ഇലകളിൽ സ്പ്രേ ചെയ്തും കൊടുക്കാം. ഇത് അരിച്ചതിന് ശേഷം റോസ് പൂവിട്ട് നിറഞ്ഞു നിൽക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ പൂവിടലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് റോസിൻ്റെ വളർച്ച മുരടിച്ച പോലെ ഇങ്ങനെ നിൽക്കുന്ന കാണാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ആ പൂവ് ഉണ്ടായി കുറച്ച് താഴെ വെച്ചിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് അതിനെയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യണം. പുതിയ നാമ്പ് വരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. എന്തായാലും ഞങ്ങളുടെ റോസിൽ പൂവിടലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചെറിയൊരു മുരടിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കറക്റ്റ് ചെയ്ത് ഇനി എന്താണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നമ്മുടെ റോസ് നിറയെ പൂവായിട്ട് നിൽക്കായിരുന്നു. ഇപ്പം ആ പൂവൊക്കെ ഏകദേശം കഴിഞ്ഞു, നിറച്ച് പൂവുണ്ടായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ കുറച്ച് വളം ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരുപാട് കട ഇളക്കരുത്. അപ്പോൾ ഈ വളം എന്താണ് തയ്യാറാക്കിയിരിക്കുന്നതെന്നൊന്ന് പറയാമോ? നമ്മൾ ഇതിന് വളം കൊടുക്കാൻ പോകണം. അപ്പോൾ ഇന്ന് നനച്ചിട്ടില്ല, അതിന് ഇത്ര ഡ്രൈ ആയിട്ടിരിക്കണം. കാരണം നനച്ചേച്ചും നമ്മൾ ഇത് ഒഴിച്ചു കൊടുത്താൽ ഇത് അടിയിൽ കൂടെ പോകും. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ചായപ്പൊടിയാണ്. ശരിക്കും നമ്മളുടെ ചായ തിളപ്പിച്ചിട്ട് അതിൻ്റെ മട്ടെടുത്ത് ഇട്ടാൽ മതി. അപ്പോൾ നമ്മളിവിടെ ചായയുടെ യൂസ് കുറവാണ്. അപ്പോൾ നമ്മൾ ചായപ്പൊടി മേടിച്ചിട്ട് ഇതുപോലെ തിളപ്പിച്ച് ഇരിക്കുന്നതാണല്ലേ? ആ വെള്ളവും അതിൻ്റെ കൊറ്റനും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നമ്മളിപ്പോൾ അതിന് മുമ്പായിട്ട് ഇത് നമ്മളുടെ അടുക്കള വേസ്റ്റിനെ നമ്മൾ ജീബിൻ എന്ന് പറഞ്ഞ സംഭവം യൂസ് ചെയ്ത് കമ്പോസ്റ്റ് ആക്കി മാറ്റി അറ്റിയേക്കണതാണ്. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നൊക്കെ ഉള്ളത് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് കാണാത്തവർ അതുകൂടി കാണുക. നമ്മുടെ വീട്ടിലെ കിച്ചൺ വേസ്റ്റ് നല്ല സൂപ്പറായിട്ട് നമ്മുടെ ചെടികൾക്ക് ഇതേപോലെ നമ്മൾ വളമാക്കി മാറ്റിയതാണ് കേട്ടോ. മതി മതി മതി, നല്ല വളമാണ് ഇത്, കുഴപ്പമൊന്നുമില്ലാത്ത സാധനമാണ്. ഇത് നമുക്ക് കൈക്കൊക്കെ തൊടാവുന്നതാണ്. ഇത് ചിക്കൻ്റെ അല്ല, അത് ദ്രവിച്ച് വന്നോളൂ. ബാക്കിയുള്ളതൊക്കെ ക്ലീൻ ആവും. ഇനി നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ നമ്മൾ റോസ് നന്നായിട്ട് പൂക്കാനായിട്ട് റോസിൻ്റെ ചട്ടി ഇടയ്ക്ക് ഇങ്ങനെ എന്താണ് ഇതേപോലത്തെ സാധനം വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി മണ്ണ് കുറച്ച് കനത്തിൽ, ഒരുപാട് താഴത്തേക്ക് വേരൊന്നും ഇളകണ്ട, എന്നാലും ജസ്റ്റ് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ തറഞ്ഞു കിടപ്പുണ്ടെങ്കിൽ അത് നമ്മളൊന്ന് ഇതുപയോഗിച്ചിട്ട് ഇളക്കി കൊടുക്കണം. ഇതുപോലത്തെ എന്തെങ്കിലും നമ്മൾക്ക് കുറച്ച് ചായയുടെ മട്ടും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ബെസ്റ്റ് വളമാണ്. നമുക്കിത് ചായക്കടയിലൊക്കെ ഉണ്ടെങ്കിൽ അത് കിട്ടുമെങ്കിൽ വാങ്ങി ഇട്ട് കൊടുത്താൽ മതി. അത് ഒരുപാട് പേര് അങ്ങനെ ചെയ്യാറുണ്ട്. നമ്മളുടെ പിന്നെ ഈ ഹോസ്പിറ്റലുകളിലൊക്കെ ഭയങ്കര റോസ് ഭയങ്കര കളറിലും രക്തപുഷ്പം പോലെ നിൽക്കണ കാണാം. അതൊക്കെയെന്ന് പറഞ്ഞാൽ അവര് ലേബർ റൂമിലെ ബ്ലഡും കാര്യങ്ങളും ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടാണ്. അപ്പോൾ ബ്ലഡും നല്ലൊരു വളമാണല്ലേ? ബ്ലഡ് സൂപ്പർ വളമാണ്. ആ ബ്ലഡിന്റെ കളറിൽ പൂവുണ്ടാവും, നല്ല കട്ട പൂവുണ്ടാവും. പക്ഷെ അപ്പം നമുക്ക് അതിന് പകരമായിട്ട് ഇറച്ചി കഴുകിയ വെള്ളമില്ലേ? ഇറച്ചി കഴുകിയ വെള്ളം വെള്ളമൊക്കെ ഒഴിക്കാം. ബെസ്റ്റാണ്. മീൻ്റെ വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മളെ ചരമ്പല അങ്ങനത്തെ ഒന്നും അല്ല, അല്ലാതെ കഴുകിയിട്ട് തന്നെ വെള്ളം കൊണ്ടുവന്ന് വെച്ച് കൊടുത്താൽ അത് ഈ ചെടിക്കെന്നല്ല എല്ലാ ചെടിക്കും. ഇപ്പൊ ഈ ചായയുടെ മട്ടായാലും ഞാനിപ്പോ അവിടെ റംബുട്ടാൻ നിൽപ്പുണ്ട്, അതിനൊഴിച്ചു കൊടുക്കാൻ പോവാം. ബെസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ മറ്റേ അഡ്വക്കേറ്റിൻ്റെ അടുത്തുനിന്ന് വാങ്ങിച്ച് ഇപ്രാവശ്യം മേടിച്ച റംബൂട്ടാനാണ്. അപ്പോൾ എല്ലാവരുടെയും ഒത്തിരി പേര് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും പ്ലാന്റിൻ്റെ വലിപ്പം എങ്ങനെയായി? നമ്മുടെ പ്ലാന്റിന് തളിരിലേക്ക് വന്നിരിക്കുന്നത് കണ്ട. ഇത് നമ്മൾ കായ ഉണ്ടായതാണ്. നമ്മൾ കൊണ്ടുവരുമ്പോൾ ഒരു കായ ഉണ്ടായിരുന്നു. ഇത് റംബുട്ടാൻ കിങ് ആണ്. അതും ഒരു വലിയ കായ ഉണ്ടായി. അത് നമ്മൾ പറിച്ച് കഴിച്ചു. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് വളരുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ ഇലകളിൽ ഇങ്ങനെ വെള്ള കളറിലെ പാടും അതും ഇതുമൊക്കെ ഉണ്ടാകും. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിൻ്റെ ലക്ഷണമാണ് ഇത്. ഇപ്പം തൽക്കാലം നന്നായിട്ട് പോകുന്നുണ്ട്. അതെ, അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വളം ഒഴിച്ച് ജസ്റ്റ് ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മുടെ റോസിലുണ്ടായ മാറ്റമാണ്. റോസിൽ നിറയെ പൂക്കളുണ്ടായിരിക്കുന്നതാണ് നമ്മളിത് കാണുന്നത്. നമ്മൾ ചേർത്ത വളം എന്ന് പറയുന്നത് കമ്പോസ്റ്റ്, അതായത് നമ്മളെ അടുക്കള വേസ്റ്റ് കൊണ്ടുണ്ടാക്കിയ കമ്പോസ്റ്റും പ്ലസ് നമ്മളെ തേയില മട്ടും അതിൻ്റെ ആ ഒരു വെള്ളവും കൂടിയിട്ട് ആണ് നമ്മൾ തിളപ്പിച്ച് ഒഴിച്ചു കൊടുത്തത്. ഇത്രയും വളം കൊണ്ട് തന്നെ ഒരാഴ്ച കൊണ്ട് നല്ല കിടിലനായിട്ട് റോസ് നന്നായിട്ട് പൂവിട്ടു. നിറയെ മുട്ടുകളും പൂവുകളും ഒക്കെ ഉണ്ടായി. അപ്പോൾ എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കുക. കമ്പോസ്റ്റിന് പകരം നിങ്ങൾക്ക് ചാണകപ്പൊടിയോ മറ്റോ ഉണ്ടെങ്കിൽ അങ്ങനെ അത് ചേർത്തിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാം. പപ്പായ നടാൻ പോവാണ്. അപ്പോൾ അതിന് എല്ലുകൂടി മേടിച്ചിട്ടുണ്ടെന്നാണ്. 2 എണ്ണത്തിൽ മേടിച്ചിട്ടുണ്ട്. 5 കിലോ ഉണ്ട്. അതുപോലെ വേപ്പ് പിണ്ണാക്ക് 2 കിലോ മേടിച്ചു. 1 കിലോ ഞാൻ മറ്റേ വേപ്പ് പിണ്ണാക്കും കപ്പലിൻ്റെ പിണ്ണാക്കും ഒക്കെ കൂടി പുളിപ്പിക്കാനായിട്ട് റെഡിയാക്കി ബക്കറ്റിൽ റെഡിയാക്കി വെച്ചേക്കാം. അപ്പോൾ അതിൻ്റെ കപ്പലിൻ്റെ പിണ്ണാക്കിൻ്റെ ഇത് ഒരു പ്രാവശ്യം കൂടി ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ. അപ്പോൾ മേടിച്ചു കൊണ്ടുവന്ന ആൾ ശർക്കര മേടിക്കാൻ മറന്നു. അപ്പോൾ ആൾ രണ്ടാമത് പോയേക്കാം. അപ്പം ഞങ്ങളെ ഇവിടുത്തെ നമ്മുടെ മണ്ണ് കണ്ട വെള്ള കളറിലെ മണ്ണാണ്. മണലെന്നും പറയാം, എങ്ങനെ വേണമെങ്കിലും പറയാം കേട്ടോ. അപ്പം നമ്മുടെ ഇവിടുത്തെ ചേർത്തല ഇതിപ്പോൾ അർത്തുങ്കലാണ് നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ മണ്ണാണ്. അപ്പോൾ ഇവിടുത്തെ മണ്ണിന് വളക്കൂറ് കുറച്ച് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എന്തെങ്കിലുമൊക്കെ നട്ട് കഴിഞ്ഞാൽ എത്രത്തോളം ഉണ്ടാകും എന്നുള്ളതിന് ചെറിയൊരു ഡൗട്ട് ഇവിടെ അമ്മയ്ക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു വളമാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതെ, ഞങ്ങൾ ഫസ്റ്റ് നടാൻ പോണതെന്ന് പറഞ്ഞാൽ നമ്മുടെ റെഡ് ലേഡി പപ്പായ ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുരു എടുത്ത് ഇതിന് മുമ്പ് വന്നപ്പോൾ കൊണ്ടുവന്നത് കുരു എടുത്ത് പാകി അവിടെ മുളച്ചിട്ടുണ്ട്. ഇത് അവിടെ നമ്മുടെ റോസിൻ്റെ അടിയിലൊക്കെ ഇതേണ്ട ഇതെല്ലാം കിളുത്തിപ്പുണ്ട്. അത് നമ്മൾ കുറച്ചും കൂടി വലുതായിട്ട് പറിച്ച് നട്ടാലും മതി. പക്ഷെ ഞങ്ങളിപ്പോൾ ചെറു പ്രായത്തിൽ പറിച്ച് നടാൻ പോകും. കാരണം നാളെ ഞങ്ങൾ ഇവിടുന്ന് പോകും. അതെ, അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ പറിച്ച് നട്ട് റെഡിയാക്കി കൊടുക്കാനുള്ള പരിപാടിയില്ല. രണ്ടാമത് ശർക്കര മേടിക്കാൻ പോയ ആള് ശർക്കരയും കൊണ്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ശർക്കര കൂടി കിട്ടിയിട്ട് കപ്പലിൻ്റെ പിണ്ണാക്കും 1 കിലോ ഇട്ടിട്ടുണ്ട്. അതുപോലെ വേപ്പും പിണ്ണാക്കും ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ അത് കഴിഞ്ഞ് ഇത് കണ്ട കളറ് കണ്ട ഇത്. ഇനി നമ്മളൊരു 200 ഗ്രാം ശർക്കരയും കൂടി ശർക്കരയും കൊണ്ട് ആളെത്തി. ഞങ്ങളുടെ പൊന്നൻ ചേട്ടൻ വന്നിട്ടുണ്ട്. ഒരു പേപ്പറിൽ വെച്ചിട്ട് ഇടിക്കുക വല്ലതും ചെയ്താണ്. അപ്പം ഞങ്ങൾ ശർക്കര പൊടിക്കാൻ പോവുകയാണ്. പൊടിച്ച ശർക്കരയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഇട്ടിരിക്കുന്നത്? നമ്മൾ വേപ്പും പിണ്ണാക്കും അതുപോലെ കപ്പലിൻ്റെ പിണ്ണാക്കും ഇട്ടിട്ടുണ്ട്. രണ്ടും 1 കിലോ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ 20 ലിറ്ററിൻ്റെ ബക്കറ്റാണ്. നമ്മൾ അതിനകത്തൊരു 2 ലിറ്റർ വെള്ളവും കൂടി ഒഴിക്കും ഇതിട്ട് കഴിഞ്ഞാൽ. ഇപ്പോൾ കാലത്തും വൈകിട്ടും അതുപോലെ ഒരു 7 ദിവസം ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ വളം സൂപ്പറാവും.
അപ്പോൾ ശർക്കരയും കൂടി ഇടണം അതിൽ, അല്ലെങ്കിൽ പിന്നെ പഴം മിക്സിയിൽ അടിച്ച് ഞങ്ങൾ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ അത് ഇടാനായിട്ട് അമ്മ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതെ ശർക്കര പൊടിയായിട്ടുണ്ട്. നമ്മൾ എന്തോരം ഇടുന്നത്? നമ്മൾ ഇതൊരു 200 ഗ്രാം ഇട്ട് കൊടുക്കും. അമ്മയും കൊച്ചേട്ടനും വളം ഉണ്ടാക്കുന്നത് നോക്കി ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ കാലത്തും വൈകിട്ടും ഇനി ഇളക്കി കഴിഞ്ഞാൽ 7 ദിവസം കൊണ്ട് നമ്മളെ വളം റെഡിയായി. അപ്പം നമ്മളത് തണലിലേക്ക് മാറ്റണം. അപ്പോൾ നിങ്ങൾ റോസിന് നൽകുന്ന വളങ്ങളെക്കുറിച്ചൊക്കെയുള്ള കൊച്ചു കൊച്ചു ടിപ്സുകളൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അത് എനിക്കും വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു അറിവുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.